മാഗ്നറ്റൈറ്റ് ഏതിന്റെ അയിരാണ്? ഇരുമ്പ്. ഇരുമ്പിന്റെ പ്രധാന അയിരുകളിൽ ഒന്നാണ് മാഗ്നറ്റൈറ്റ്. ഇതിന് ഉയർന്ന കാന്തിക ശേഷിയുണ്ട്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി? കെ.ജി. ബാലകൃഷ്ണൻ. ജസ്റ്റിസ് കെ.ജി. ബാലകൃഷ്ണൻ ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളിയാണ്. 2007-ൽ അദ്ദേഹം ഈ പദവിയിൽ നിയമിതനായി. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ഇന്ത്യയ്ക്ക് സമ്മാനിച്ച സ്വാതന്ത്ര്യസമര സേനാനി? സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസിന്റെ ആസാദ് ഹിന്ദ് ഫൗജിന്റെ ഔദ്യോഗിക മുദ്രാവാക്യമായിരുന്നു ജയ് ഹിന്ദ്. ഇത് പിന്നീട് ഇന്ത്യയുടെ ദേശീയ മുദ്രാവാക്യങ്ങളിലൊന്നായി മാറി. ബെൻസീൻ കണ്ടുപിടിച്ചത്? മൈക്കൽ ഫാരഡെ. പ്രമുഖ ശാസ്ത്രജ്ഞനായ മൈക്കൽ ഫാരഡെ 1825-ൽ ബെൻസീൻ എന്ന ഓർഗാനിക് സംയുക്തം കണ്ടെത്തി. ഇത് ഓർഗാനിക് കെമിസ്ട്രിയിലെ ഒരു പ്രധാന കണ്ടെത്തലായിരുന്നു. തിരഞ്ഞെടുപ്പ് കേസിൽ ഇന്ത്യയിൽ ആദ്യമായി ജയമുണ്ടായത് ആർക്ക്? ഇ.ടി.എ. രാമചന്ദ്രയ്യർ. 1945. 1945-ൽ ഇ.ടി.എ. രാമചന്ദ്രയ്യരാണ് ഒരു തിരഞ്ഞെടുപ്പ് കേസിൽ ഇന്ത്യയിൽ ആദ്യമായി വിജയം നേടിയത്. ഇത് തിരഞ്ഞെടുപ്പ് നിയമചരിത്രത്തിലെ ഒരു പ്രധാന സംഭവമാണ്. ഏത് മതത്തിന്റെ വിഭാഗങ്ങളാണ് ശ്വേതാംബരന്മാരും ദിഗംബരന്മാരും? ജൈനമതം. ജൈനമതത്തിലെ രണ്ട് പ്രധാന വിഭാഗങ്ങളാണ് ശ്വേതാംബരന്മാരും, വെളുത്ത വസ്ത്രം ധരിക്കുന്നവർ, ദിഗംബരന്മാരും, വസ്ത്രം ധരിക്കാത്തവർ. ഈ വിഭാഗങ്ങൾ ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും വ്യത്യാസങ്ങൾ പുലർത്തുന്നു. വൈക്കം സത്യാഗ്രഹത്തിന്റെ സൂത്രധാരൻ എന്നറിയപ്പെടുന്നത്? ഇ.ടി.കെ. മാധവൻ. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളിലെ പ്രമുഖ നേതാവായിരുന്ന ഇ.ടി.കെ. മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന സൂത്രധാരൻ. ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ഇത് വഴിയൊരുക്കി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മൈക്ക ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ജാർഖണ്ഡ്. ഇന്ത്യയിൽ മൈക്കയുടെ പ്രധാന ഉത്പാദക സംസ്ഥാനങ്ങളിലൊന്നാണ് ജാർഖണ്ഡ്. മൈക്ക ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക് വ്യവസായങ്ങളിൽ പ്രധാനമായി ഉപയോഗിക്കുന്നു. കൊക്കോ ഉത്പാദനത്തിലും കയറ്റുമതിയിലും ലോകത്ത് ഒന്നാം സ്ഥാനം ഏത് രാജ്യത്തിനാണ്? കോട്ട് ഡി ഐവറി. പശ്ചിമ ആഫ്രിക്കൻ രാജ്യമായ കോട്ട് ഡി ഐവറിയാണ് ലോകത്ത് കൊക്കോ ഉത്പാദനത്തിലും കയറ്റുമതിയിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. ചോക്ലേറ്റ് വ്യവസായത്തിൽ ഇത് വലിയ സ്വാധീനം ചെലുത്തുന്നു. കൊണാർക്കിലെ സൂര്യക്ഷേത്രം നിർമ്മിച്ചത്? നരസിംഹദേവൻ. ഒഡീഷയിലെ കൊണാർക്കിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ സൂര്യക്ഷേത്രം നിർമ്മിച്ചത് കിഴക്കൻ ഗംഗാ രാജവംശത്തിലെ നരസിംഹദേവൻ ഒന്നാമനാണ്. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇത് ഉൾപ്പെടുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ്? ഡബ്ല്യു. സിസ്റ്റർ ബാനർജി. 1885-ൽ ബോംബെയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിന്റെ പ്രസിഡന്റ് ഉമേഷ് ചന്ദ്ര ബാനർജി ഡബ്ല്യു. സിസ്റ്റർ ബാനർജി ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ്? ആനി ബസന്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആനി ബസന്റാണ്. 1917-ൽ കൊൽക്കത്തയിൽ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് അവർ പ്രസിഡന്റായത്. വെടിയുണ്ടയേക്കാൾ ശക്തമാണ് ബാലറ്റ് എന്ന് പറഞ്ഞത്? എബ്രഹാം ലിങ്കൺ. അമേരിക്കയുടെ മുൻ പ്രസിഡന്റായിരുന്ന എബ്രഹാം ലിങ്കൺ പറഞ്ഞ പ്രസിദ്ധമായ വാക്കുകളാണിത്. ജനാധിപത്യത്തിൽ വോട്ടിന്റെ പ്രാധാന്യം ഇത് അടിവരയിടുന്നു. കൊച്ചിയെ ഭരണഘടനാ നിർമ്മാണസഭയിൽ പ്രാതിനിധ്യം ചെയ്ത ഏക മലയാളി? പനമ്പള്ളി ഗോവിന്ദമേനോൻ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണസഭയിൽ കൊച്ചി സംസ്ഥാനത്തെ പ്രതിനിധാനം ചെയ്ത ഏക മലയാളി പനമ്പള്ളി ഗോവിന്ദമേനോനായിരുന്നു. കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ യഥാർത്ഥ പേര്? വാസുദേവൻ. പ്രസിദ്ധനായ കേരളീയ എഴുത്തുകാരനും ഐതിഹ്യമാലയുടെ കർത്താവുമായ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ യഥാർത്ഥ പേര് വാസുദേവൻ എന്നാണ്. ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യം? വത്തിക്കാൻ. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യവും ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ രാജ്യവും വത്തിക്കാൻ സിറ്റിയാണ്. റോമിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പരമാധികാര രാജ്യമാണിത്.
കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനായിരുന്നു. പയ്യന്നൂരിൽ വെച്ചാണ് അദ്ദേഹം ഉപ്പ് നിയമം ലംഘിച്ചത്. ഒന്നാം ലോകമഹായുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ഇന്ത്യൻ ജവാന്മാരുടെ ഓർമ്മയ്ക്കായി ഉണ്ടാക്കിയ സ്മാരകം ഇന്ത്യാ ഗേറ്റ്. ഡൽഹിയിലെ ഇന്ത്യാ ഗേറ്റ് ഒന്നാം ലോകമഹായുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ഇന്ത്യൻ സൈനികരുടെ സ്മരണയ്ക്കായി നിർമ്മിച്ചതാണ്. ലാഹോർ ഗൂഢാലോചന കേസിലെ മുഖ്യപ്രതി ഭഗത് സിംഗ്. ബ്രിട്ടീഷ് സർക്കാരിനെതിരെ നടന്ന ലാഹോർ ഗൂഢാലോചന കേസിലെ പ്രധാന പ്രതികളിലൊരാളായിരുന്നു ഭഗത് സിംഗ്. ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിലെ ഒരു രക്തസാക്ഷിയാണ് അദ്ദേഹം. ലക്ഷദ്വീപ് ഗ്രൂപ്പിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ദ്വീപ് ആന്ത്രോത്ത്. ലക്ഷദ്വീപ് ദ്വീപസമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ആന്ത്രോത്ത്. ഇതിന് ഏകദേശം 4.98 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുണ്ട്. ഒന്നാം ലോക്സഭയിൽ കോൺഗ്രസ് പാർട്ടി നേടിയ സീറ്റുകൾ 364. 1951 മുതൽ 52 വരെ ൽ നടന്ന ഒന്നാം പൊതുതിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 489 സീറ്റുകളിൽ 364 സീറ്റുകൾ നേടി വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തി. ആരുടെ ആത്മകഥയാണ് ഓർമ്മയുടെ ഓളങ്ങൾ? ജി ശങ്കരക്കുറുപ്പ്. ജ്ഞാനപീഠം നേടിയ ആദ്യ മലയാളിയായ ജി ശങ്കരക്കുറുപ്പിന്റെ ആത്മകഥയാണ് ഓർമ്മയുടെ ഓളങ്ങൾ. 117 ദ്വീപുകൾ ചേർന്ന് രൂപം കൊണ്ട യൂറോപ്യൻ നഗരം വെനീസ്. ഇറ്റലിയിലെ വെനീസ് നഗരം 117 ചെറിയ ദ്വീപുകൾ ചേർന്നാണ് രൂപം കൊണ്ടത്. കനാലുകളും പാലങ്ങളും ഈ നഗരത്തിന്റെ പ്രധാന സവിശേഷതകളാണ്. ബെൻഹർ എന്ന പുസ്തകം രചിച്ചത് ലൂയിസ് വാലസ്. അമേരിക്കൻ എഴുത്തുകാരനായ ലൂയിസ് വാലസ് രചിച്ച ചരിത്ര നോവലാണ് ബെൻഹർ, എ ടെയിൽ ഓഫ് ദി ക്രൈസ്റ്റ്. ഈ നോവൽ പ്രശസ്തമായ ചലച്ചിത്രങ്ങൾക്കും പ്രചോദനമായി. ജലത്തിൽ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും അനുപാതം ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ രാത്രി 2 മണി കഴിഞ്ഞ് 16 മിനിറ്റ്. ജലത്തിലെ ഹൈഡ്രജൻ H ആറ്റോമിക ഭാരം 1, ഓക്സിജൻ O ആറ്റോമിക ഭാരം 16. ജലത്തിൽ 2 ഹൈഡ്രജൻ ആറ്റങ്ങളും ഒരു ഓക്സിജൻ ആറ്റവും ഉള്ളതിനാൽ ഭാരത്തിന്റെ അനുപാതം 2:16 അല്ലെങ്കിൽ അനുപാതം 1:8 ആണ്. കൊടുങ്കാറ്റുകളുടെ സമുദ്രം എവിടെയാണ്? ചന്ദ്രൻ. ചന്ദ്രോപരിതലത്തിലെ വലിയ ഇരുണ്ട സമതലങ്ങൾക്ക് കടലുകൾ, മറിയ എന്ന് പേര് നൽകിയിട്ടുണ്ട്. അതിലൊന്നാണ് കൊടുങ്കാറ്റുകളുടെ സമുദ്രം, ഒസിയനസ് പ്രോസെലരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപവത്കരണ സമയത്ത് വൈസ്രോയി ആയിരുന്നത് ഡഫറിൻ പ്രഭു. 1885 ൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ഡഫറിൻ പ്രഭുവായിരുന്നു. സൈന്യത്തിലെ കുതിരകൾക്ക് ചാപ്പ കുത്തുന്ന സമ്പ്രദായം നടപ്പിലാക്കിയ ആദ്യ ഡൽഹി സുൽത്താൻ അലാവുദ്ദീൻ ഖിൽജി. അലാവുദ്ദീൻ ഖിൽജി സൈന്യത്തിൽ കുതിരകൾക്ക് ചാപ്പ കുത്തുന്ന ദാഗ് എന്ന സമ്പ്രദായം നടപ്പിലാക്കി. സൈന്യത്തിലെ അഴിമതി തടയാനും കാര്യക്ഷമത വർദ്ധിപ്പിക്കാനുമായിരുന്നു ഇത്. ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് സർ ആൽബർട്ട് ഹോവാർഡ്. ബ്രിട്ടീഷ് സസ്യശാസ്ത്രജ്ഞനായ സർ ആൽബർട്ട് ഹോവാർഡ് ആണ് ആധുനിക ജൈവ കൃഷിയുടെ പിതാവായി കണക്കാക്കപ്പെടുന്നത്. രാസവളങ്ങളുടെ ഉപയോഗം കുറച്ചുള്ള കൃഷിരീതികൾക്ക് അദ്ദേഹം പ്രചാരം നൽകി. പേഴ്സണൽ കമ്പ്യൂട്ടറിന്റെ പിതാവ് ഹെൻറി എഡ്വേർഡ് റോബർട്ട്സ്. 1975 ൽ ആൾട്ടയർ 8800 കമ്പ്യൂട്ടർ നിർമ്മിച്ച ഹെൻറി എഡ്വേർഡ് റോബർട്ട്സിനെ പേഴ്സണൽ കമ്പ്യൂട്ടറിന്റെ പിതാവായി കണക്കാക്കുന്നു. പോസ്റ്റൽ കോഡ് സംവിധാനം നിലവിൽ വന്ന ആദ്യ രാജ്യം ജർമ്മനി. 1850കളിൽ ജർമ്മനിയിലാണ് ആദ്യമായി പോസ്റ്റൽ കോഡ് സംവിധാനം, പോസ്റ്റ്കോഡ് അല്ലെങ്കിൽ പിൻകോഡ് നിലവിൽ വന്നത്. തപാൽ വിതരണം കാര്യക്ഷമമാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഇന്ത്യ ഗവൺമെന്റ് ജനസംഖ്യാനയം പ്രഖ്യാപിച്ച വർഷം 1976. ഇന്ത്യ ഗവൺമെന്റ് ആദ്യത്തെ സമഗ്രമായ ജനസംഖ്യാനയം പ്രഖ്യാപിച്ചത് 1976 ആയിരുന്നു. കുടുംബക്ഷേമം, ജനസംഖ്യാ നിയന്ത്രണം എന്നിവയായിരുന്നു പ്രധാന ലക്ഷ്യങ്ങൾ.
ദക്ഷിണേന്ത്യൻ നദികളിൽ ഏറ്റവും വലിയ തടപ്രദേശമുള്ളത് ഗോദാവരി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദികളിലൊന്നായ ഗോദാവരിക്കാണ് ഏറ്റവും വലിയ തടപ്രദേശമുള്ളത്. ദക്ഷിണഗംഗ എന്നും ഇത് അറിയപ്പെടുന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയായ ആദ്യ വനിത ജാനകി രാമചന്ദ്രൻ. MGRന്റെ ഭാര്യയായിരുന്ന ജാനകി രാമചന്ദ്രൻ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയായ ആദ്യ വനിതയാണ്. 1988 ആയിരുന്നു ഇത്. ഏത് സംഘടനക്കാണ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സമർപ്പിച്ചിരിക്കുന്നത്? ഐക്യരാഷ്ട്ര സംഘടന. തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിംഗ് സ്റ്റേഷൻ TRLS 1968 ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് സമർപ്പിച്ചു. ശാസ്ത്രീയ ഗവേഷണങ്ങൾക്കായി ഈ കേന്ദ്രം ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർക്ക് തുറന്നുകൊടുത്തു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ തടാകം കൊല്ലേരു. ആന്ധ്രാപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന കൊല്ലേരു തടാകം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്. ഇത് പക്ഷിസങ്കേതം കൂടിയാണ്. ചന്ദ്രഗുപ്ത മൗര്യന് രാജ്യതന്ത്രത്തിൽ ഉപദേശം നൽകിയിരുന്നത് ആര്? ചാണക്യൻ. കൗടില്യൻ എന്നും അറിയപ്പെടുന്ന ചാണക്യൻ ചന്ദ്രഗുപ്ത മൗര്യന്റെ ഉപദേഷ്ടാവും പ്രധാനമന്ത്രിയുമായിരുന്നു. അർത്ഥശാസ്ത്രം എന്ന പ്രശസ്ത ഗ്രന്ഥം അദ്ദേഹമാണ് രചിച്ചത്. സംസ്ഥാന PSC ചെയർമാനെ നിയമിക്കുന്നത് ആര്? ഗവർണർ. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് സംസ്ഥാന ഗവർണറാണ്. എന്നിരുന്നാലും നീക്കം ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. ബംഗ്ലാദേശിന്റെ ദേശീയഗാനമായ അമർ സോനാർ ബംഗ്ല രചിച്ചത് ആര്? രബീന്ദ്രനാഥ ടാഗോർ. രബീന്ദ്രനാഥ ടാഗോർ രചിച്ച ഗാനമാണ് ബംഗ്ലാദേശിന്റെ ദേശീയഗാനം. 1905 ബംഗാൾ വിഭജനത്തിനെതിരെ രചിച്ച ഈ ഗാനം ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം 1971 ദേശീയഗാനമായി സ്വീകരിച്ചു. ഏറ്റവും വലിയ പുരാണം ഏത്? സ്കന്ദപുരാണം. ഹിന്ദുമതത്തിലെ പ്രധാന പുരാണങ്ങളിൽ ഒന്നാണ് സ്കന്ദപുരാണം. 6 ലക്ഷത്തോളം ശ്ലോകങ്ങളുള്ള ഇത് ഏറ്റവും വലിയ പുരാണമായി കണക്കാക്കപ്പെടുന്നു. സ്കന്ദൻ എന്നറിയപ്പെടുന്ന സുബ്രഹ്മണ്യന്റെ കഥകളും പ്രാധാന്യവുമാണ് ഇതിലെ പ്രധാന വിഷയം. ഭൂമധ്യരേഖ കടന്നുപോകുന്ന ദ്വീപുകളിൽ ഏറ്റവും വിസ്തീർണം കൂടിയത് ഏത്? ബോർണിയോ. ലോകത്തിലെ 3ാമത്തെ വലിയ ദ്വീപാണ് ബോർണിയോ. ഭൂമധ്യരേഖ കടന്നുപോകുന്ന ദ്വീപുകളിൽ ഏറ്റവും വലുതും ഇതാണ്. ഇന്തോനേഷ്യ, മലേഷ്യ, ബ്രൂണെ എന്നീ രാജ്യങ്ങളിലായി ഈ ദ്വീപ് വ്യാപിച്ചുകിടക്കുന്നു. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏത്? അലുമിനിയം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം അലുമിനിയമാണ്. ഇത് ഭൂവൽക്കത്തിന്റെ ഏകദേശം 8% വരും. പ്രകാശവും ശക്തവുമായ ഈ ലോഹം വ്യവസായങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കുന്നു. ജാട്ട് സമുദായത്തിന്റെ പ്ലേറ്റോ എന്നറിയപ്പെട്ടത് ആര്? സൂരജ്മൽ. ഭരത്പൂരിലെ ജാട്ട് രാജാവായിരുന്നു സൂരജ്മൽ. അദ്ദേഹത്തിന്റെ ഭരണമികവും നയതന്ത്രജ്ഞതയും കാരണം ജാട്ട് സമുദായത്തിന്റെ പ്ലേറ്റോ എന്ന് അദ്ദേഹം അറിയപ്പെട്ടു. സൂരജ്മൽ 1721 മുതൽ 1763 വരെ ഭരിച്ചു. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത്? ഓക്സിജൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജനാണ്. ഇത് ഭൂവൽക്കത്തിന്റെ ഏകദേശം 46.6% വരും. സിലിക്കണാണ് അടുത്ത സ്ഥാനം. ഹിന്ദുമതത്തിലെ അക്വിനാസ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ആര്? ശങ്കരാചാര്യർ. അദ്വൈത സിദ്ധാന്തത്തിന്റെ പ്രചാരകനായിരുന്ന ആദിശങ്കരനെയാണ് ഹിന്ദുമതത്തിലെ അക്വിനാസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ക്രൈസ്തവ തത്വചിന്തകനായ തോമസ് അക്വിനാസിനെപ്പോലെ ശങ്കരാചാര്യരും യുക്തിയും മതതത്വങ്ങളും സമന്വയിപ്പിച്ച് ശക്തമായൊരു തത്വചിന്താധാരയ്ക്ക് രൂപം നൽകി. 4 സ്വാതന്ത്ര്യങ്ങളുടെ വക്താവായ അമേരിക്കൻ പ്രസിഡന്റ് ആര്? ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. 1941 നടന്ന സ്റ്റേറ്റ് ഓഫ് ദി യൂണിയൻ പ്രസംഗത്തിൽ ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് 4 സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. സംസാര സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം, ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ദാരിദ്ര്യത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ഇത് പിന്നീട് മാനുഷിക അവകാശങ്ങൾക്കുള്ള ആഗോള മാനദണ്ഡമായി മാറി. ഹിന്ദുമതത്തിലെ കാൽവിൻ എന്നറിയപ്പെട്ടത് ആര്? ദയാനന്ദ സരസ്വതി.
ആര്യസമാജത്തിന്റെ സ്ഥാപകനായ സ്വാമി ദയാനന്ദ സരസ്വതിയെയാണ് ഹിന്ദുമതത്തിലെ കാൽവിൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. മതപരമായ പരിഷ്കരണങ്ങൾക്കും വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന ആഹ്വാനത്തിലൂടെയും അദ്ദേഹം വലിയ സ്വാധീനം ചെലുത്തി. ഇറ്റാലിയൻ ചാണക്യൻ എന്നറിയപ്പെടുന്നത് ആര്? മാക്കിയവെല്ലി. പ്രശസ്ത ഇറ്റാലിയൻ നയതന്ത്രജ്ഞനും തത്വചിന്തകനുമായ നിക്കോളോ മാക്കിയവെല്ലിയെയാണ് ഇറ്റാലിയൻ ചാണക്യൻ എന്ന് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ ദി പ്രിൻസ് എന്ന ഗ്രന്ഥം രാഷ്ട്രീയ തന്ത്രങ്ങളെയും ഭരണത്തെയും കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നൽകുന്നു. നാട്ടുകാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നതിനു മുൻപ് ഇന്ത്യ മുഴുവൻ സന്ദർശിക്കാൻ ഗാന്ധിജിയെ ഉപദേശിച്ചത് ആര്? ഗോപാലകൃഷ്ണ ഗോഖലെ. മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരുവായിരുന്ന ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗാന്ധിജിയെ ഇന്ത്യയുടെ സാമൂഹിക, രാഷ്ട്രീയ സാഹചര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ ഉപദേശിച്ചത്. ഈ യാത്രകൾ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ നിർണായക സ്വാധീനം ചെലുത്തി. കേരളത്തിലെ അശോകൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ആര്? വരഗുണൻ. 9-ാം നൂറ്റാണ്ടിൽ ആയരാജ്യം ഭരിച്ച മഹാനായ രാജാവായിരുന്നു വരഗുണൻ. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ബുദ്ധമതവും ജൈനമതവും ഉൾപ്പെടെ വിവിധ മതങ്ങളോട് കാണിച്ച സഹിഷ്ണുതയും സാംസ്കാരിക സംഭാവനകളും കാരണം അദ്ദേഹത്തെ കേരളത്തിലെ അശോകൻ എന്ന് വിശേഷിപ്പിക്കുന്നു. മാഹിഷ്മതിയിൽ വെച്ച് ശങ്കരാചാര്യർ വാദപ്രതിവാദത്തിൽ തോൽപ്പിച്ച മീമാംസകനാര്? മണ്ഡനമിശ്രൻ. ആദിശങ്കരന്റെ ജീവിതത്തിലെ ഒരു പ്രധാന സംഭവമാണ് മണ്ഡനമിശ്രനുമായുള്ള വാദപ്രതിവാദം. മീമാംസ തത്വചിന്തകനായ മണ്ഡനമിശ്രൻ ആദ്യം പരാജയം സമ്മതിച്ചില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഭാര്യയായ ഉഭയഭാരതിയുടെ മധ്യസ്ഥതയിൽ ശങ്കരാചാര്യരുടെ അദ്വൈത തത്വചിന്തയുടെ ഔന്നത്യം അംഗീകരിച്ചു. കേരളത്തിലെ ഏറ്റവും ചൂടുകൂടിയ സ്ഥലം ഏത്? പുനലൂർ. കൊല്ലം ജില്ലയിലെ പുനലൂർ കേരളത്തിലെ ഏറ്റവും ചൂടുകൂടിയ സ്ഥലങ്ങളിൽ ഒന്നാണ്. ഇവിടുത്തെ ഭൂപ്രകൃതിയും മറ്റ് ഘടകങ്ങളും ഉയർന്ന താപനിലയ്ക്ക് കാരണമാകുന്നു. ദൗലത് ഖാൻ ലോധി ആരെയാണ് ദില്ലി ആക്രമിക്കാൻ ക്ഷണിച്ചത്? ബാബർ. ലോധി രാജവംശത്തിലെ അവസാന ഭരണാധികാരിയായ ഇബ്രാഹിം ലോധിക്കെതിരെ ദൗലത് ഖാൻ ലോധി, കാബൂളിലെ മുഗൾ ഭരണാധികാരിയായ ബാബറിനെ ദില്ലി ആക്രമിക്കാൻ ക്ഷണിച്ചു. ഇത് 1526-ലെ പാനിപ്പട്ട് യുദ്ധത്തിലേക്കും മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപനത്തിലേക്കും നയിച്ചു. ഫത്തേബാദ് നഗരത്തിന്റെ സ്ഥാപകൻ ആര്? ഫിറോസ് ഷാ തുഗ്ലക്ക്. തുഗ്ലക്ക് രാജവംശത്തിലെ സുൽത്താനായിരുന്ന ഫിറോസ് ഷാ തുഗ്ലക്ക് തന്റെ മകനായ ഫത്തേ ഖാന്റെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ച നഗരമാണ് ഫത്തേബാദ്. ഇന്ന് ഹരിയാനയിലെ ഒരു പ്രധാന നഗരമാണിത്. ഇന്ത്യയിൽ മിക്സഡ് കോളനി സമ്പ്രദായം ആവിഷ്കരിച്ച പോർച്ചുഗീസ് ഗവർണർ ആര്? അൽഫോൺസോ ഡി അൽബുക്കർക്ക്. ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ സ്ഥാപകനായി കണക്കാക്കപ്പെടുന്ന അൽഫോൺസോ ഡി അൽബുക്കർക്ക് പോർച്ചുഗീസുകാരും തദ്ദേശീയ സ്ത്രീകളും തമ്മിലുള്ള വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. ഇത് ഇന്ത്യയിൽ പോർച്ചുഗീസ് സാന്നിധ്യം ഉറപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു മിക്സഡ് കോളനി സമ്പ്രദായത്തിന്റെ ഭാഗമായിരുന്നു. കേരളത്തിലെ ഏക സ്പൈസ് പാർക്ക് എവിടെയാണ്? പുത്തടി. ഇടുക്കി ജില്ലയിലെ പുത്തടിയിലാണ് കേരളത്തിലെ ഏക സ്പൈസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഉത്പാദനം, സംസ്കരണം, വിപണനം എന്നിവ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ പാർക്കിന്റെ ലക്ഷ്യം. രാജീവ് ഗാന്ധി വധത്തിനു പിന്നിലെ സുരക്ഷാ പാളിച്ചയെക്കുറിച്ച് അന്വേഷിച്ചത് ആര്? ജയിൻ കമ്മീഷൻ. 1991-ൽ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തിന് ലഭിച്ച സുരക്ഷാ ക്രമീകരണങ്ങളിലെ പാളിച്ചകൾ അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് ജയിൻ കമ്മീഷൻ. ഇത് ഒരു വിവാദപരമായ റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. ഇന്ത്യയിൽ ഗവർണർ ജനറലായവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞത് ആര്? ഡൽഹൌസി. 1848-ൽ 35 വയസ്സിൽ ഇന്ത്യയുടെ ഗവർണർ ജനറലായി ചുമതലയേറ്റ ഡൽഹൌസി പ്രഭു ഈ പദവിയിലെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായിരുന്നു. ദത്തവകാശ നിരോധന നിയമം, റെയിൽവേയുടെയും ടെലിഗ്രാഫിന്റെയും വികസനം തുടങ്ങിയവ അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ പ്രധാന സംഭവങ്ങളാണ്. കോമൺവെൽത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദ്യ രാജ്യം ഏത്? ഫിജി. ഫിജി 1987-ൽ നടന്ന സൈനിക അട്ടിമറിയെ തുടർന്ന് ആദ്യമായി കോമൺവെൽത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. പിന്നീട് ഇത് പുനഃസ്ഥാപിക്കപ്പെടുകയും വീണ്ടും സസ്പെൻഡ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നേപ്പാളിൽ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏത്? സാഗർമാത നാഷണൽ പാർക്ക്.
യുനെസ്കോ ലോക പൈതൃക പദവി ലഭിച്ച സാഗർമാത നാഷണൽ പാർക്ക് എവറസ്റ്റ് ഉൾപ്പെടെയുള്ള നിരവധി ഹിമാലയൻ കൊടുമുടികളുടെ ആവാസ കേന്ദ്രമാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആവാസ വ്യവസ്ഥകളിൽ ഒന്നാണിത്. വട്ടമേശ സമ്മേളനകാലത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര്? റാംസേ മക്ഡൊണാൾഡ്. 1930-നും 1932-നും ഇടയിൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണഘടനാപരമായ പരിഷ്കാരങ്ങൾ ചർച്ച ചെയ്യാൻ ലണ്ടനിൽ നടന്ന വട്ടമേശ സമ്മേളനങ്ങളുടെ സമയത്ത് റാംസേ മക്ഡൊണാൾഡ് ആയിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറൽമാരിൽ ഏറ്റവും കൂടുതൽ കാലം പദവി വഹിച്ചത് ആര്? വാറൻ ഹേസ്റ്റിംഗ്സ്. വാറൻ ഹേസ്റ്റിംഗ്സ് 1772 മുതൽ 1785 വരെ ഏകദേശം 13 വർഷം ബംഗാളിന്റെ ആദ്യ ഗവർണർ ജനറലായി സേവനമനുഷ്ഠിച്ചു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് പല പ്രധാന ഭരണപരിഷ്കാരങ്ങളും നടപ്പിലാക്കി. കേരളത്തിലെ ഒന്നാം നിയമസഭയിൽ എത്ര നിയോജകമണ്ഡലങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത്? 114. 1957-ൽ നടന്ന കേരളത്തിലെ ആദ്യ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 114 നിയോജകമണ്ഡലങ്ങളിലായി തിരഞ്ഞെടുപ്പ് നടന്നു. ഇതിൽ 108 മണ്ഡലങ്ങൾ ഏകാംഗ മണ്ഡലങ്ങളും 6 മണ്ഡലങ്ങൾ ദ്വയാംഗ മണ്ഡലങ്ങളുമായിരുന്നു. പോർച്ചുഗീസുകാർ കേരളത്തിന് നൽകിയ ഏറ്റവും വലിയ സാംസ്കാരിക സംഭാവന ഏത്? ചവിട്ടുനാടകം. കേരളത്തിലെ ലത്തീൻ കത്തോലിക്ക സമുദായത്തിൽ പ്രചാരത്തിലുള്ള ഒരു കലാരൂപമാണ് ചവിട്ടുനാടകം. പോർച്ചുഗീസുകാരുടെ സ്വാധീനത്തിൽ രൂപപ്പെട്ട ഈ കലാരൂപം യൂറോപ്യൻ നാടക ശൈലികളും തദ്ദേശീയ ഘടകങ്ങളും സമന്വയിപ്പിക്കുന്നു. ദക്ഷിണാഫ്രിക്കയുടെ കറുത്ത വർഗക്കാരനായ ആദ്യ പ്രസിഡന്റ് 1994 മുതൽ 1999 വരെ ആര്? നെൽസൺ മണ്ടേല. വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയ നെൽസൺ മണ്ടേല 1994-ൽ ദക്ഷിണാഫ്രിക്കയുടെ ആദ്യ കറുത്ത വർഗക്കാരനായ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിൽ തുടർന്ന വൈസ്രോയി ആര്? ലിൻലിത്ഗോ പ്രഭു. 1936 മുതൽ 1943 വരെ 7.5 വർഷത്തോളം ഇന്ത്യയുടെ വൈസ്രോയിയായിരുന്നു ലിൻലിത്ഗോ പ്രഭു. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ഉൾപ്പെടെയുള്ള പ്രധാന സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് നടന്നത്. ഹൌസ് ഓഫ് ലോർഡ്സിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ ആര്? SP സിൻഹ. സത്യേന്ദ്ര പ്രസന്ന സിൻഹ 1919-ൽ ഹൌസ് ഓഫ് ലോർഡ്സിൽ അംഗമായ ആദ്യത്തെ ഇന്ത്യക്കാരനായിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഉന്നത പദവികളിലെത്തിയ ചുരുക്കം ചില ഇന്ത്യക്കാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? രാജാറാം മോഹൻ റോയ്. സാമൂഹിക പരിഷ്കർത്താവും ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകനുമായിരുന്ന രാജാറാം മോഹൻ റോയിയെ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവായി കണക്കാക്കുന്നു. സതി നിർത്തലാക്കൽ, സ്ത്രീകളുടെ വിദ്യാഭ്യാസം എന്നിവയ്ക്കായി അദ്ദേഹം പോരാടി. നെപ്പോളിയനിക് യുദ്ധത്തിൽ ഒരു കൈ നഷ്ടപ്പെട്ട ശേഷം ഇന്ത്യയിലെ ഗവർണർ ജനറലായതാര്? ഹാർഡിഞ്ച് ഒന്നാമൻ. ഫസ്റ്റ് ആംഗ്ലോ സിഖ് യുദ്ധം 1845 മുതൽ 46 വരെ നടന്നത് ഹാർഡിഞ്ച് പ്രഭുവിന്റെ കാലത്താണ്. നെപ്പോളിയനിക് യുദ്ധങ്ങളിൽ ഒരു കൈ നഷ്ടപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹം ഇന്ത്യയിലെ ഗവർണർ ജനറലായി നിയമിതനായത്. ഒന്നാം ലോകമഹായുദ്ധത്തിൽ ഒരു കണ്ണ് നഷ്ടപ്പെട്ട ശേഷം ഇന്ത്യയുടെ വൈസ്രോയിയായത് ആര്? വേവൽ പ്രഭു. ഒന്നാം ലോകമഹായുദ്ധത്തിൽ ഒരു കണ്ണ് നഷ്ടപ്പെട്ട ശേഷമാണ് വേവൽ പ്രഭു ഇന്ത്യയുടെ വൈസ്രോയിയായി നിയമിതനായത്. 1943 മുതൽ 47 വരെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ നടന്നത് അദ്ദേഹത്തിന്റെ കാലത്താണ്. ഭാരതമാതാ സൊസൈറ്റി എന്ന വിപ്ലവ സംഘടനയുടെ സ്ഥാപകൻ ആര്? അജിത് സിംഗ്. ഭഗത് സിംഗിന്റെ അമ്മാവനായിരുന്ന അജിത് സിംഗ് 1907-ൽ ലാലാ ലജ്പത് റായിയുമായി ചേർന്ന് ഭാരതമാതാ സൊസൈറ്റി സ്ഥാപിച്ചു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ വിപ്ലവ പ്രവർത്തനങ്ങളിൽ ഇത് ഒരു പ്രധാന പങ്കുവഹിച്ചു. ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത് ആര്? രാജ് നാരായൺ ബോസ്. ബംഗാൾ നവോത്ഥാനത്തിലെ ഒരു പ്രധാന വ്യക്തിത്വമായിരുന്നു രാജ് നാരായൺ ബോസ്. അദ്ദേഹത്തെ ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹനായി കണക്കാക്കുന്നു. കാരണം ദേശീയ വികാരം ഉണർത്തുന്നതിലും സ്വയംഭരണ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിലും അദ്ദേഹം ഒരു പ്രധാന പങ്ക് വഹിച്ചു.
പോപ്പ് രാഷ്ട്രത്തലവനായിട്ടുള്ള രാജ്യം ഏത്? വത്തിക്കാൻ. റോമിലെ വത്തിക്കാൻ സിറ്റി കത്തോലിക്കാ സഭയുടെ ആസ്ഥാനവും ലോകത്തിലെ ഏറ്റവും ചെറിയ പരമാധികാര രാഷ്ട്രവുമാണ്. പോപ്പ് ആണ് ഇതിന്റെ രാഷ്ട്രത്തലവൻ. കേരളത്തിലെ 1ാം നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ശതമാനം വോട്ട് നേടിയ പാർട്ടി ഏത്? കോൺഗ്രസ്. 1957-ലെ കേരളത്തിലെ ആദ്യ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് ശതമാനം നേടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. എന്നിരുന്നാലും കൂടുതൽ സീറ്റുകൾ നേടി അധികാരത്തിൽ വന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയായിരുന്നു. ആദ്യമായി ഒളിമ്പിക്സ് ദീപശിഖ തെളിയിച്ച വർഷം ഏത്? 1928 ആംസ്റ്റർഡാം. ആധുനിക ഒളിമ്പിക്സ് മത്സരങ്ങളിൽ ആദ്യമായി ഒളിമ്പിക്സ് ദീപശിഖ തെളിയിച്ചത് 1928-ലെ ആംസ്റ്റർഡാം ഒളിമ്പിക്സിലാണ്. പുരാതന ഒളിമ്പിക്സിലെ ഹെറാ ദേവിക്കുള്ള ആചാരത്തെ ഇത് അനുസ്മരിപ്പിക്കുന്നു. ടിപ്പു സുൽത്താൻ തന്റെ അധീനതയിലുള്ള മലബാർ പ്രദേശങ്ങളുടെ ഭരണകേന്ദ്രം എവിടെയായിരുന്നു? ഫറോക്ക്. മൈസൂർ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താൻ തന്റെ മലബാർ പ്രദേശങ്ങളുടെ ഭരണപരമായ കേന്ദ്രമായി ഫറോക്കിനെയാണ് തിരഞ്ഞെടുത്തത്. അദ്ദേഹം ഇവിടെ ഒരു കോട്ടയും ആയുധപ്പുരയും പണിതു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേർക്ക് തൊഴിൽ നൽകുന്ന വ്യവസായം ഏത്? ടെക്സ്റ്റൈൽസ്, വസ്ത്രവ്യവസായം. ഇന്ത്യയിലെ കാർഷിക മേഖലയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ പേർക്ക് തൊഴിൽ നൽകുന്ന വ്യവസായമാണ് ടെക്സ്റ്റൈൽസ് അഥവാ വസ്ത്രവ്യവസായം. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആദ്യ നോവൽ ഏത്? ബാല്യകാലസഖി. മലയാള സാഹിത്യത്തിലെ എക്കാലത്തെയും ക്ലാസിക്കുകളിലൊന്നാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാലസഖി. 1944-ൽ പ്രസിദ്ധീകരിച്ച ഈ നോവൽ മജീദിന്റെയും സുഹ്റയുടെയും പ്രണയകഥയിലൂടെ മനുഷ്യബന്ധങ്ങളുടെ ആഴം വരച്ചുകാട്ടുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനം തമിഴ്നാടാണ്. അവ ഏതെല്ലാമാണ്? ചെന്നൈ, തൂത്തുക്കുടി, എണ്ണൂർ. തമിഴ്നാട്ടിൽ 3 പ്രധാന തുറമുഖങ്ങളാണുള്ളത്: ചെന്നൈ പോർട്ട്, തൂത്തുക്കുടി പോർട്ട്, വി.ഒ. ചിദംബരനാർ പോർട്ട്, എണ്ണൂർ പോർട്ട്, കാമരാജർ പോർട്ട്. ഇത് രാജ്യത്തെ സമുദ്രവ്യാപാരത്തിൽ തമിഴ്നാടിന് ഒരു പ്രധാന സ്ഥാനം നൽകുന്നു. ലൈംഗിക ഹോർമോണുകളെ ഉത്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏത്? ഗോണാഡ് ഗ്രന്ഥി. ലൈംഗിക ഹോർമോണുകളായ ഈസ്ട്രജൻ, പ്രോജസ്റ്ററോൺ, ടെസ്റ്റോസ്റ്റിറോൺ എന്നിവ ഉത്പാദിപ്പിക്കുന്നത് ഗോണാഡ് ഗ്രന്ഥികളാണ്. സ്ത്രീകളിൽ അണ്ഡാശയങ്ങളും പുരുഷന്മാരിൽ വൃഷണങ്ങളുമാണ് പ്രധാന ഗോണാഡുകൾ. ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? മുഹമ്മദ് യൂനുസ്. ബംഗ്ലാദേശുകാരനായ മുഹമ്മദ് യൂനുസ് ഗ്രാമീൺ ബാങ്കിന്റെ സ്ഥാപകനും മൈക്രോ ഫിനാൻസ് എന്ന ആശയത്തിന്റെ പ്രചാരകനുമാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. ഇന്ത്യയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ നിയന്ത്രിക്കുന്ന സ്ഥാപനം ഏത്? സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. 1992-ൽ സ്ഥാപിതമായ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി ഇന്ത്യൻ മൂലധന കമ്പോളത്തെയും ഓഹരി വിപണിയെയും നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയിൽ കോളനി ഭരണം പരിപൂർണമായി അവസാനിച്ച വർഷം ഏത്? 1961. 1947-ൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചുവെങ്കിലും പോർച്ചുഗീസുകാരുടെ കീഴിലായിരുന്ന ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ 1961-ൽ മാത്രമാണ് ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായത്. ഇതോടെയാണ് ഇന്ത്യയിലെ കോളനി ഭരണം പൂർണ്ണമായും അവസാനിച്ചത്. ലോക്സഭയിലെ രണ്ടാമത്തെ വനിതാ പ്രതിപക്ഷ നേതാവ് ആര്? സുഷമ സ്വരാജ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രമുഖ വനിതാ നേതാവായിരുന്ന സുഷമ സ്വരാജ് 2009 മുതൽ 2014 വരെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്നു. ആദ്യത്തെ വനിതാ പ്രതിപക്ഷ നേതാവ് സോണിയ ഗാന്ധിയായിരുന്നു. ലിയോനാർഡോ ഡാവിഞ്ചി വിമാനത്താവളം എവിടെയാണ്? റോം. ഇറ്റലിയുടെ തലസ്ഥാനമായ റോമിലെ പ്രധാന അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ലിയോനാർഡോ ഡാവിഞ്ചി ഫ്യൂമിസിനോ എയർപോർട്ട്. ഇറ്റാലിയൻ നവോത്ഥാന കലാകാരനായ ലിയോനാർഡോ ഡാവിഞ്ചിയുടെ പേരിലാണ് ഈ വിമാനത്താവളം അറിയപ്പെടുന്നത്. വിജയനഗരത്തിലെ ഏതു ഭരണാധികാരിയുടെ കാലത്താണ് പേർഷ്യൻ സഞ്ചാരി അബ്ദുർ റസാഖ് സന്ദർശനം നടത്തിയത്?
ദേവരായ രണ്ടാമൻ. വിജയനഗര സാമ്രാജ്യത്തിലെ പ്രമുഖ ഭരണാധികാരിയായിരുന്ന ദേവരായ രണ്ടാമന്റെ കാലത്താണ് പേർഷ്യൻ സഞ്ചാരി അബ്ദുൾ റസാഖ് 1443-ൽ വിജയനഗരം സന്ദർശിച്ചത്. അദ്ദേഹത്തിന്റെ വിവരണങ്ങൾ വിജയനഗര സാമ്രാജ്യത്തിന്റെ സമൃദ്ധിയെക്കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങൾ നൽകുന്നു. വിക്ടോറിയ വെള്ളച്ചാട്ടം കണ്ടെത്തിയ ഡേവിഡ് ലിവിങ്സ്റ്റൺ ഏത് രാജ്യക്കാരനാണ്? സ്കോട്ട്ലൻഡ്. പ്രശസ്ത സ്കോട്ടിഷ് മിഷണറിയും പര്യവേക്ഷകനുമായിരുന്ന ഡേവിഡ് ലിവിങ്സ്റ്റൺ 1855-ൽ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ വിക്ടോറിയ വെള്ളച്ചാട്ടം കണ്ടെത്തി. സാംബേസി നദിയിലാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഹജ്ജ് ഏത് രാജ്യത്തേക്കുള്ള തീർത്ഥാടനമാണ്? സൗദി അറേബ്യ. ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങളിൽ ഒന്നാണ് ഹജ്ജ്. സൗദി അറേബ്യയിലെ മക്കയിലേക്കുള്ള തീർത്ഥാടനമാണിത്. ഇത് ഓരോ മുസ്ലിമും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നടത്താൻ കടപ്പെട്ടതാണ്. ജീവികളുടെ ശാസ്ത്രീയ നാമകരണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ ഏത്? ലാറ്റിൻ. കാൾ ലിനേയസ് ആവിഷ്കരിച്ച ദ്വിനാമ പദ്ധതി പ്രകാരം ജീവികളുടെ ശാസ്ത്രീയ നാമകരണത്തിനായി ലാറ്റിൻ ഭാഷയാണ് ഉപയോഗിക്കുന്നത്. ഇത് ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർക്ക് ആശയവിനിമയം എളുപ്പമാക്കുന്നു. എ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് പീപ്പിൾ രചിച്ചത് ആര്? സർ വിൻസ്റ്റൺ ചർച്ചിൽ. രണ്ടാം ലോകമഹായുദ്ധകാലത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ എഴുതിയ 4 വാല്യങ്ങളുള്ള ചരിത്രഗ്രന്ഥമാണ് എ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് പീപ്പിൾ. ഈ കൃതിക്ക് അദ്ദേഹത്തിന് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. ജമ്മുകശ്മീരിന് പ്രത്യേക ഭരണഘടന നിലവിൽ വന്നത് എന്ന്? 1957 ജനുവരി 26. 1957 ജനുവരി 26-നാണ് ജമ്മു കശ്മീരിന് പ്രത്യേക ഭരണഘടന നിലവിൽ വന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 370-ാം അനുച്ഛേദം വഴിയാണ് കശ്മീരിന് ഈ പ്രത്യേക പദവി ലഭിച്ചത്. പിന്നീട് 2019-ൽ ഇത് റദ്ദാക്കപ്പെട്ടു. AD 8-ാം നൂറ്റാണ്ടിൽ വംഗദേശം എന്നറിയപ്പെട്ടിരുന്നത് എവിടെയായിരുന്നു? കിഴക്കൻ ബംഗാൾ. പ്രാചീന ഇന്ത്യയിൽ വംഗദേശം എന്നത് കിഴക്കൻ ബംഗാൾ പ്രദേശത്തെ സൂചിപ്പിച്ചിരുന്നു. ഈ പ്രദേശം ഗംഗാനദിയുടെ ഡെൽറ്റ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്നത് ഏത്? മീഥേൻ. ചതുപ്പ് നിലങ്ങളിലും ചതുപ്പുകളിലും ജൈവവസ്തുക്കൾ അഴുകുമ്പോൾ മീഥേൻ വാതകം CH പുറത്തുവിടുന്നു. അതുകൊണ്ടാണ് ഇതിനെ ചതുപ്പ് വാതകം എന്ന് വിളിക്കുന്നത്. ഇതൊരു പ്രധാന ഹരിതഗൃഹ വാതകം കൂടിയാണ്. കേരളത്തിൽ കോടതി വിധിയിലൂടെ നിയമസഭാംഗത്വം നഷ്ടപ്പെട്ട ആദ്യ വ്യക്തി ആര്? റോസമ്മ പുന്നൂസ്. കേരളത്തിലെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന റോസമ്മ പുന്നൂസിന് 1957-ൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ബാലറ്റ് പേപ്പറിൽ വന്ന പിശക് കാരണം കോടതി വിധിയിലൂടെ നിയമസഭാംഗത്വം നഷ്ടപ്പെട്ടു. പിന്നീട് ഉപതിരഞ്ഞെടുപ്പിൽ അവർ വിജയിച്ചു വീണ്ടും അംഗമായി. എ നേഷൻ ഇൻ മേക്കിംഗ് 1925 എന്ന പുസ്തകം രചിച്ചത് ആര്? സുരേന്ദ്രനാഥ് ബാനർജി. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ ആദ്യകാല നേതാക്കളിൽ ഒരാളും ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ സ്ഥാപകനുമായ സുരേന്ദ്രനാഥ് ബാനർജിയുടെ ആത്മകഥയാണ് എ നേഷൻ ഇൻ മേക്കിംഗ്. 1925-ൽ പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നൽകുന്നു. കേരളത്തിൽ കോടതി വിധിയിലൂടെ നിയമസഭാംഗത്വം ലഭിച്ച ആദ്യ വ്യക്തി? VR കൃഷ്ണയ്യർ. 1957-ൽ നടന്ന കേരള നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു കേസിലാണ് VR കൃഷ്ണയ്യർക്ക് കോടതി വിധിയിലൂടെ നിയമസഭാംഗത്വം ലഭിച്ചത്. അദ്ദേഹം ഒരു പ്രമുഖ നിയമജ്ഞനും സാമൂഹ്യപ്രവർത്തകനുമായിരുന്നു. AITUCയുടെ എറ്റക് ആദ്യ സമ്മേളനം നടന്ന വർഷം? 1920. ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് എറ്റക് 1920-ൽ സ്ഥാപിക്കപ്പെട്ടു. ഇന്ത്യയിലെ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലാണിത്. ചതുരാകൃതിയിലല്ലാത്ത ദേശീയ പതാകയുള്ള ഏക രാജ്യം? നേപ്പാൾ. നേപ്പാളിന്റെ ദേശീയ പതാക 2 ത്രികോണങ്ങൾ ചേർന്നതാണ്. ലോകത്തിലെ മറ്റ് എല്ലാ രാജ്യങ്ങൾക്കും ചതുരാകൃതിയിലുള്ള ദേശീയ പതാകകളാണ് ഉള്ളത്. കിടക്കുന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം? യുറാനസ്. യുറാനസ് അതിന്റെ അച്ചുതണ്ടിൽ ഏകദേശം 98 ഡിഗ്രി ചരിഞ്ഞാണ് സൂര്യനെ ചുറ്റുന്നത്. ഇത് ഒരു വശത്തേക്ക് ചരിഞ്ഞു കിടക്കുന്നതായി തോന്നുന്നതിനാൽ കിടക്കുന്ന ഗ്രഹം എന്ന് വിശേഷിപ്പിക്കുന്നു.
അക്ബറിന്റെ സൈനിക സമ്പ്രദായം അറിയപ്പെട്ടിരുന്ന പേര് മൻസബ്ദാരി. മൻസബ്ദാരി സമ്പ്രദായം മുഗൾ സാമ്രാജ്യത്തിലെ ഒരു ഭരണ സൈനിക സമ്പ്രദായമായിരുന്നു. അക്ബറിന്റെ ഭരണകാലത്താണ് ഇത് ഏറ്റവും കൂടുതൽ വികസിപ്പിച്ചത്. ഋഗ്വേദകാലത്ത് ജലത്തിന്റെ അതിദേവനായി കണക്കാക്കപ്പെട്ടത് വരുണൻ. ഋഗ്വേദത്തിലെ പ്രധാന ദേവന്മാരിൽ ഒരാളാണ് വരുണൻ. ജലം, ആകാശം, ധാർമ്മിക നിയമങ്ങൾ എന്നിവയുടെ ദേവനായി വരുണനെ കണക്കാക്കപ്പെടുന്നു. ദക്ഷിണേഷ്യയിലെ ഏക പ്രകൃതിദത്ത ഐസ് സ്കേറ്റിംഗ് റിംഗ് എവിടെയാണ്? ഷിംല. ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഐസ് സ്കേറ്റിംഗ് റിംഗ് തണുപ്പുകാലത്ത് സ്വാഭാവികമായി തണുത്തുറഞ്ഞ വെള്ളമുപയോഗിച്ച് രൂപം കൊള്ളുന്നതാണ്. ഇതൊരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. ചെങ്കടൽ ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? ഇന്ത്യൻ മഹാസമുദ്രം. ആഫ്രിക്കയ്ക്കും ഏഷ്യൻ വൻകരയ്ക്കുമിടയിലുള്ള ഒരു കടലാണ് ചെങ്കടൽ. ഇത് ബാബ് എൽ മണ്ടേബ് കടലിടുക്കിലൂടെ ഇന്ത്യൻ മഹാസമുദ്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദക്ഷിണ നളന്ദ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രാചീന കേരളത്തിലെ വിദ്യാകേന്ദ്രം കാന്തളൂർ ശാല. തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്തിരുന്ന കാന്തളൂർ ശാല പ്രാചീന കേരളത്തിലെ ഒരു പ്രമുഖ വിദ്യാഭ്യാസ കേന്ദ്രമായിരുന്നു. നളന്ദ സർവകലാശാലയോട് താരതമ്യം ചെയ്യപ്പെടാവുന്ന പ്രാധാന്യം ഇതിനുണ്ടായിരുന്നു. എ.ബി. വാജ്പേയി ജനിച്ച സ്ഥലം ഗ്വാളിയോർ. ഭാരതത്തിന്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി മധ്യപ്രദേശിലെ ഗ്വാളിയോറിൽ 1924 ഡിസംബർ 25-നാണ് ജനിച്ചത്. ഭാരതരത്ന ബഹുമതി ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. തിരുകൊച്ചിയിൽ മന്ത്രിയായ ആദ്യ വനിത ആനി മസ്ക്രീൻ. സ്വാതന്ത്ര്യസമര സേനാനിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ആനി മസ്ക്രീൻ 1949-ൽ തിരുകൊച്ചി സംയോജനത്തിനുശേഷം പട്ടം താണുപിള്ളയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിൽ അംഗമായിരുന്നു. AITUCയുടെ എടെക് ആദ്യ സമ്മേളനം നടന്ന സ്ഥലം മുംബൈ. 1920-ൽ മുംബൈയിൽ വെച്ചാണ് ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസിന്റെ എടെക് ആദ്യ സമ്മേളനം നടന്നത്. ലാലാ ലജ്പത് റായ് ആയിരുന്നു ആദ്യ പ്രസിഡന്റ്. ഖജുരാഹോ ക്ഷേത്രം പണികഴിപ്പിച്ചത് ഏത് രാജവംശം? ചന്ദേല. മധ്യപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ഖജുരാഹോ ക്ഷേത്രസമുച്ചയം ചന്ദേല രാജാക്കന്മാരുടെ കാലഘട്ടത്തിലെ വാസ്തുവിദ്യയുടെയും ശില്പകലയുടെയും ഉത്തമ ഉദാഹരണമാണ്. ഇത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട സ്ഥലമാണ്. തിരുകൊച്ചിയിൽ അഞ്ചൽ വകുപ്പ് നിർത്തലാക്കിയ വർഷം 1951. 1951-ൽ തിരുകൊച്ചിയിൽ അഞ്ചൽ വകുപ്പ് നിർത്തലാക്കുകയും ഇന്ത്യൻ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് വകുപ്പുമായി സംയോജിപ്പിക്കുകയും ചെയ്തു. ഇത് തപാൽ സമ്പ്രദായത്തിലെ ഒരു പ്രധാന പരിഷ്കരണമായിരുന്നു. ടിപ്പുവിന്റെ പിതാവ് ഹൈദർ അലി. മൈസൂർ ഭരണാധികാരിയായിരുന്ന ഹൈദർ അലിയുടെ മകനാണ് ടിപ്പു സുൽത്താൻ. ഇവർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയുമായി നിരന്തരം യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. സുനാമി ഏത് ഭാഷയിലെ വാക്കാണ്? ജാപ്പനീസ്. സുനാമി എന്ന വാക്കിന്റെ അർത്ഥം തുറമുഖത്തിരമാല എന്നാണ്. കടലിനടിയിലുണ്ടാകുന്ന ഭൂകമ്പങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ തുടങ്ങിയവയാണ് സുനാമിക്ക് കാരണം. ഉജ്ജയിനി തണ്ണീർത്തടം ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ ഭീമ നദിക്ക് കുറുകെ നിർമ്മിച്ച അണക്കെട്ടാണ് ഭീമ ഡാം. ഇത് ഉജ്ജയിനി തണ്ണീർത്തടത്തിന്റെ ഭാഗമാണ്. ജലസേചനത്തിനും മറ്റ് ആവശ്യങ്ങൾക്കും ഇത് ഉപയോഗിക്കുന്നു. കേരളത്തിലെ ഏറ്റവും തെക്കേയറ്റത്തെ നിയമസഭാ മണ്ഡലം നെയ്യാറ്റിൻകര. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയാണ് കേരളത്തിന്റെ തെക്കേയറ്റത്തെ നിയമസഭാ മണ്ഡലം. ഭൂമിശാസ്ത്രപരമായും ഭരണപരമായും ഇത്തരം ചോദ്യങ്ങൾ പ്രധാനമാണ്. ABC രാജ്യങ്ങൾ എന്നറിയപ്പെടുന്നത് അർജന്റീന, ബ്രസീൽ, ചിലി. തെക്കേ അമേരിക്കയിലെ ഈ 3 രാജ്യങ്ങൾ ABC രാജ്യങ്ങൾ എന്ന് അറിയപ്പെടുന്നു. ഇവ ഭൂമിശാസ്ത്രപരമായും സാമ്പത്തികമായും ഈ മേഖലയിലെ പ്രമുഖ രാജ്യങ്ങളാണ്. കേരളത്തിൽ ഏത് ഭൂപ്രദേശത്താണ് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ളത്? തീരപ്രദേശം. കേരളത്തിന്റെ തീരപ്രദേശത്ത് മത്സ്യബന്ധനം, വ്യാപാരം, കൃഷി എന്നിവയുമായി ബന്ധപ്പെട്ട് വലിയ ജനസംഖ്യ കേന്ദ്രീകരിച്ചിരിക്കുന്നു.
ഇത് ഗതാഗത സൗകര്യങ്ങളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമായ പ്രദേശമാണ്. സ്പീക്കർ സ്ഥാനം വഹിച്ച ശേഷം രാഷ്ട്രപതിയായത് നീലം സഞ്ജീവ റെഡ്ഡി. ലോക്സഭാ സ്പീക്കറായിരുന്ന നീലം സഞ്ജീവ റെഡ്ഡി പിന്നീട് ഇന്ത്യയുടെ 6ാമത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക രാഷ്ട്രപതി കൂടിയാണ് അദ്ദേഹം. റബ്ബറിന്റെ വൾക്കനൈസേഷൻ കണ്ടുപിടിച്ചത് ആര്? ചാൾസ് ഗുഡിയർ. 1839-ൽ ചാൾസ് ഗുഡിയർ വൾക്കനൈസേഷൻ എന്ന പ്രക്രിയ കണ്ടുപിടിച്ചു. ഇത് റബ്ബറിന് കൂടുതൽ ദൃഢതയും ഇലാസ്തികതയും നൽകി റബ്ബർ വ്യവസായത്തിൽ വിപ്ലവം സൃഷ്ടിച്ചു. രൂപ്യ എന്ന പേരിൽ നാണയം ആരുടെ ഭരണകാലത്താണ് പുറത്തിറക്കിയത്? ഷേർഷാ. സൂർ രാജവംശത്തിലെ ഭരണാധികാരിയായിരുന്ന ഷേർഷാ സൂരിയാണ് 16ാം നൂറ്റാണ്ടിൽ രൂപ്യ എന്ന വെള്ളി നാണയം പുറത്തിറക്കിയത്. ഇത് പിന്നീട് ആധുനിക ഇന്ത്യൻ രൂപയുടെ അടിസ്ഥാനമായി മാറി. റുഡ്യാർഡ് കിപ്ലിംഗിന്റെ ജംഗിൾ ബുക്കിന്റെ പശ്ചാത്തലം കൻഹ വനം. മധ്യപ്രദേശിലെ കൻഹ ദേശീയോദ്യാനവും കടുവാ സങ്കേതവുമാണ് റുഡ്യാർഡ് കിപ്ലിംഗിന്റെ പ്രശസ്ത നോവലായ ജംഗിൾ ബുക്കിന് പ്രചോദനമായത്. ഈ വനത്തിലെ ജീവികളെയും പ്രകൃതിയെയും നോവലിൽ മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട്. ചാർമിനാർ പണികഴിപ്പിച്ചത് മുഹമ്മദ് കുലി കുത്തബ് ഷാ. ഹൈദരാബാദിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്ര സ്മാരകമായ ചാർമിനാർ 1591-ൽ കുത്തബ് ഷാഹി രാജവംശത്തിലെ മുഹമ്മദ് കുലി കുത്തബ് ഷായാണ് നിർമ്മിച്ചത്. പ്ലേഗ് രോഗം നഗരത്തിൽ നിന്ന് മാറിയതിന്റെ ഓർമ്മയ്ക്കായാണ് ഇത് നിർമ്മിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഗംഗ യമുന നദികളുടെ സംഗമസ്ഥലം അലഹബാദ്. ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ പഴയ അലഹബാദ്, ഗംഗ, യമുന, സരസ്വതി എന്നീ നദികൾ സംഗമിക്കുന്നു. ഈ സ്ഥലം ത്രിവേണി സംഗമം എന്നറിയപ്പെടുന്നു. ഹിന്ദുക്കൾക്ക് ഇതൊരു പുണ്യസ്ഥലമാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നത് ഫസൽ അലി. 1953-ൽ രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി ആയിരുന്നു. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട സുപ്രധാന ശുപാർശകൾ ഈ കമ്മീഷൻ നൽകി. ഗുപ്തരാജസദസ്സിലെ ഭാഷ സംസ്കൃതം. ഗുപ്തകാലഘട്ടം ഇന്ത്യൻ ചരിത്രത്തിലെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നു. ഈ കാലത്ത് സംസ്കൃത ഭാഷയ്ക്കും സാഹിത്യത്തിനും വലിയ പ്രാധാന്യം ലഭിച്ചിരുന്നു. കാളിദാസൻ ഈ കാലഘട്ടത്തിലെ പ്രമുഖ കവിയാണ്. സൗരയൂഥത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് സൂര്യന്റെ കേന്ദ്രത്തിൽ. സൂര്യന്റെ കേന്ദ്രഭാഗത്താണ് അണുസംയോജനം നടക്കുന്നത്. ഈ പ്രക്രിയയാണ് സൂര്യനിൽ വലിയ തോതിലുള്ള ഊർജ്ജവും ചൂടും ഉത്പാദിപ്പിക്കുന്നത്. യൂറി ഗഗാറിൻ ആദ്യമായി ബഹിരാകാശ സഞ്ചാരം നടത്തിയ വാഹനം വോസ്റ്റോക്ക് 1. 1961 ഏപ്രിൽ 12-നാണ് യൂറി ഗഗാറിൻ വോസ്റ്റോക്ക് 1 ബഹിരാകാശ വാഹനത്തിൽ ചരിത്രപരമായ ബഹിരാകാശ യാത്ര നടത്തിയത്. ഇത് മനുഷ്യൻ ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ സംഭവമാണ്. മഹാഭാരത യുദ്ധത്തിൽ കൗരവരെ ആനപ്പടയുമായി സഹായിച്ച രാജാവ് ഭഗദത്തൻ. പ്രാഗ്ജ്യോതിഷ രാജ്യത്തിലെ രാജാവായിരുന്നു ഭഗദത്തൻ. മഹാഭാരത യുദ്ധത്തിൽ അദ്ദേഹം കൗരവരുടെ പക്ഷത്തുനിന്ന് യുദ്ധം ചെയ്യുകയും തന്റെ ശക്തമായ ആനപ്പടയെ യുദ്ധത്തിൽ ഉപയോഗിക്കുകയും ചെയ്തു. ഗാന്ധിജി ഇന്ത്യയിൽ നിരാഹാരമനുഷ്ഠിച്ചിരുന്ന ആദ്യ സമരം അഹമ്മദാബാദ് മിൽ സമരം 1918. 1918-ൽ നടന്ന അഹമ്മദാബാദ് മിൽ തൊഴിലാളി സമരത്തിൽ ഗാന്ധിജി നിരാഹാരം അനുഷ്ഠിച്ചു. ഇത് ഇന്ത്യയിൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ നിരാഹാര സമരമായിരുന്നു. ഗാന്ധിജി ഇന്ത്യയിൽ ബഹുജന പ്രക്ഷോഭം ആരംഭിച്ച സ്ഥലം ചമ്പാരൻ. 1917-ലെ ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജി ഇന്ത്യയിൽ ആരംഭിച്ച ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം. നീലം കർഷകരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ സമരം. ലോക റെക്കോർഡുകൾ രേഖപ്പെടുത്തുന്ന പുസ്തകം ഗിന്നസ് ബുക്ക്. ലോകത്തിലെ ഏറ്റവും വലിയതും ചെറുതുമായ, വേഗതയേറിയതും സാവധാനത്തിലുള്ളതുമായ, അതുല്യമായതുമായ നിരവധി റെക്കോർഡുകൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നു. ഇത് ഒരു അക്കാദമിക് ചോദ്യമായി കണക്കാക്കാം. പൊതുവിജ്ഞാന വിഭാഗത്തിൽ റേഡിയസ്, അൾന എന്നീ അസ്ഥികൾ എവിടെ കാണപ്പെടുന്നു? കൈ.
മനുഷ്യന്റെ കൈത്തണ്ടയിലെ പ്രധാന അസ്ഥികളാണ് റേഡിയസും അൾനയും. ഇവ കൈകാലുകളുടെ ചലനങ്ങൾക്ക് സഹായിക്കുന്നു. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് സ്കൂൾ ജി.വി. രാജ സ്പോർട്സ് സ്കൂൾ. തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന ജി.വി. രാജ സ്പോർട്സ് സ്കൂൾ കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് വിദ്യാലയമാണ്. കേരള കായിക മേഖലയുടെ വളർച്ചയിൽ ഈ സ്ഥാപനത്തിന് വലിയ പങ്കുണ്ട്. കേരളത്തിലെ ആദ്യത്തെ ഗതാഗത തൊഴിൽ വകുപ്പ് മന്ത്രി ഇ.ടി.വി. തോമസ്. 1957-ൽ ഇ.എം.എസ്. നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള ആദ്യ കേരള മന്ത്രിസഭയിൽ ഗതാഗത തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നത് ഇ.ടി.വി. തോമസ് ആയിരുന്നു. ഏതു പക്ഷിയുടെ ശാസ്ത്രനാമമാണ് സ്ട്രുതിയോ കാമെലസ്? സ്ട്രൂതിയോ കാമലസ്. ഒട്ടകപ്പക്ഷി. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിയാണ് ഒട്ടകപ്പക്ഷി. സ്ട്രൂതിയോ കാമലസ് എന്നത് ഒട്ടകപ്പക്ഷിയുടെ ശാസ്ത്രനാമമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ വന്ദേമാതരം ആദ്യമായി ആലപിക്കപ്പെട്ട വർഷം 1896. 1896-ൽ കൊൽക്കത്തയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിലാണ് രബീന്ദ്രനാഥ ടാഗോർ വന്ദേമാതരം ആദ്യമായി ആലപിച്ചത്. ബങ്കിംചന്ദ്ര ചാറ്റർജിയാണ് വന്ദേമാതരം രചിച്ചത്. ഗിയാസുദ്ദീൻ തുഗ്ലക്കിന്റെ പഴയ പേര് കാസി മാലിക്. തുഗ്ലക്ക് രാജവംശത്തിന്റെ സ്ഥാപകനായിരുന്നു ഗിയാസുദ്ദീൻ തുഗ്ലക്ക്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് കാസി മാലിക് ആയിരുന്നു. ഇന്ത്യൻ തത്വചിന്തയുടെ അടിസ്ഥാനം എന്നറിയപ്പെടുന്നത് ഉപനിഷത്തുകൾ. വേദങ്ങളുടെ അവസാന ഭാഗമാണ് ഉപനിഷത്തുകൾ. അവ ആത്മീയ ജ്ഞാനവും തത്വചിന്തയും ഉൾക്കൊള്ളുന്നു. വേദാന്തം എന്നും ഇവ അറിയപ്പെടുന്നു. ഇന്ത്യയിൽ എഞ്ചിനീയേഴ്സ് ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 15. പ്രശസ്ത എഞ്ചിനീയറും ഭാരതരത്ന ജേതാവുമായ എം. വിശ്വേശ്വരയ്യയുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ എഞ്ചിനീയേഴ്സ് ദിനമായി ആചരിക്കുന്നത്. രാജ്യത്തിന്റെ വികസനത്തിന് എഞ്ചിനീയർമാർ നൽകിയ സംഭാവനകളെ ഇത് സ്മരിക്കുന്നു. യൂറോപ്യന്മാരാൽ കോളനിവൽക്കരിക്കപ്പെടാത്ത ഏക തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യം തായ്ലൻഡ്. സയാം എന്നറിയപ്പെട്ടിരുന്ന തായ്ലൻഡ് യൂറോപ്യൻ ശക്തികളുടെ കോളനിവൽക്കരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നിലനിർത്തിയ ഏക തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യമാണ്. മൃച്ഛടികം രചിച്ചത് ശൂദ്രകൻ. സംസ്കൃതത്തിലെ പ്രശസ്തമായ ഒരു നാടകമാണ് മൃച്ഛടികം. കളിവണ്ടി എന്നാണ് ഈ നാടകത്തിന്റെ പേരിനർത്ഥം. ഇത് പ്രാചീന ഇന്ത്യൻ സാഹിത്യത്തിലെ ഒരു മികച്ച സൃഷ്ടിയായി കണക്കാക്കപ്പെടുന്നു. ആഷസ് ക്രിക്കറ്റ് മത്സരം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും. ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന ഒരു പരമ്പരാഗത ക്രിക്കറ്റ് ടെസ്റ്റ് പരമ്പരയാണ് ആഷസ്. ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും പഴക്കമുള്ളതും പ്രശസ്തവുമായ മത്സരങ്ങളിലൊന്നാണിത്. ആശാമേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് കെ. ശ്രീകുമാർ. പ്രശസ്ത മലയാള സാഹിത്യകാരനും നിരൂപകനുമാണ് കെ. ശ്രീകുമാർ. ആശാമേനോൻ എന്ന തൂലികാനാമത്തിലാണ് അദ്ദേഹം ലേഖനങ്ങളും നിരൂപണങ്ങളും എഴുതുന്നത്. ഹുമയൂൺ എവിടെയാണ് ജനിച്ചത്? കാബൂൾ. മുഗൾ സാമ്രാജ്യത്തിന്റെ രണ്ടാമത്തെ ചക്രവർത്തിയായിരുന്ന ഹുമയൂൺ കാബൂളിൽ, ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ, 1508-ൽ ജനിച്ചു. ബാബറിന്റെ മകനായിരുന്നു അദ്ദേഹം. ഹെറിംഗ് പോണ്ട് എന്നറിയപ്പെടുന്ന സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം. ഹെറിംഗ് മത്സ്യങ്ങൾ ധാരാളമായി കാണപ്പെടുന്നതിനാൽ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ചില ഭാഗങ്ങളെ ഹെറിംഗ് പോണ്ട് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഇത് മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട ഒരു ഭൂമിശാസ്ത്രപരമായ വിശേഷണമാണ്. ടാഗോർ ജനിച്ചത് 1861. വിശ്വകവിയും നോബൽ സമ്മാന ജേതാവുമായ രബീന്ദ്രനാഥ ടാഗോർ 1861 മെയ് 7-ന് കൊൽക്കത്തയിൽ ജനിച്ചു. ഇന്ത്യയുടെ ദേശീയഗാനമായ ജനഗണമന രചിച്ചത് അദ്ദേഹമാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി കാനിംഗ് പ്രഭു. 1857-ലെ ശിപ്പായി ലഹള നടന്ന സമയത്ത് കാനിംഗ് പ്രഭു ആയിരുന്നു ഇന്ത്യയുടെ ഗവർണർ ജനറൽ. 1858-ലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം അദ്ദേഹം ഇന്ത്യയുടെ ആദ്യത്തെ വൈസ്രോയിയായി. ദക്ഷിണേന്ത്യയുടെ നെൽക്കിണ്ണം എന്നറിയപ്പെടുന്നത് കൃഷ്ണ ഗോദാവരി ഡെൽറ്റ.
കൃഷ്ണ ഗോദാവരി നദികളുടെ ഡെൽറ്റ പ്രദേശം ഫലഭൂയിഷ്ഠമായ മണ്ണും സമൃദ്ധമായ ജലസേചന സൗകര്യങ്ങളും കാരണം നെൽകൃഷിക്ക് പേരുകേട്ടതാണ്. ഇത് ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാന കാർഷിക മേഖലയാണ്. ടിപ്പു സുൽത്താൻ വധിക്കപ്പെട്ട വർഷം 1799. നാലാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ശ്രീരംഗപട്ടണം കോട്ടയുടെ പ്രതിരോധത്തിനിടെ 1799-ൽ ടിപ്പു സുൽത്താൻ വധിക്കപ്പെട്ടു. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ പോരാടിയ ഒരു ധീരനായ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. ഏത് രാജാവിന്റെ കാലത്താണ് രാമയ്യൻ തിരുവിതാംകൂറിൽ ദളവയായിരുന്നത്? മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിലെ ആധുനികവൽക്കരണത്തിൽ രാമയ്യൻ ദളവയ്ക്ക് വലിയ പങ്കുണ്ടായിരുന്നു. മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ ഭരണകാലത്ത് ഒരു കാര്യക്ഷമനായ മന്ത്രിയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിന്റെ വേദി മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജ്. 1885-ൽ എ.ഒ. ഹ്യൂമിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചു. മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചായിരുന്നു ആദ്യ സമ്മേളനം. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയ വർഷം 1453. 1453-ൽ ഓട്ടോമൻ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത് ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ അന്ത്യം കുറിക്കുകയും യൂറോപ്യൻ ചരിത്രത്തിലെ ഒരു പ്രധാന വഴിത്തിരിവാകുകയും ചെയ്തു. ഇത് യൂറോപ്പിലേക്കുള്ള പുതിയ വ്യാപാര പാതകൾ കണ്ടെത്താൻ പ്രചോദനമായി. ടിപ്പു നെടുങ്കോട്ട ആക്രമിച്ചത് ഏതു വർഷത്തിൽ? എ.ഡി. 1789. 1789-ൽ ടിപ്പു സുൽത്താൻ തിരുവിതാംകൂറിനെ ആക്രമിക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായി നെടുങ്കോട്ട തകർത്തു. ഇത് മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിലേക്ക് നയിച്ച ഒരു പ്രധാന കാരണമായിരുന്നു. ഏത് രാജാവിന്റെ ആസ്ഥാന കവിയായിരുന്നു ബാണഭട്ടൻ? ഹർഷൻ. വടക്കേ ഇന്ത്യയിലെ പ്രശസ്തനായ രാജാവായിരുന്ന ഹർഷവർദ്ധനന്റെ ആസ്ഥാന കവിയായിരുന്നു ബാണഭട്ടൻ. ഹർഷചരിതം, കാദംബരി തുടങ്ങിയ കൃതികൾ അദ്ദേഹത്തിന്റെ പ്രശസ്ത രചനകളാണ്. ടാഗോർ പ്രഭുസ്ഥാനം ഉപേക്ഷിച്ചതിനു കാരണം? ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല. 1919-ൽ നടന്ന ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് രബീന്ദ്രനാഥ ടാഗോർ ബ്രിട്ടീഷ് സർക്കാർ നൽകിയ സർ പദവി പ്രഭുസ്ഥാനം ഉപേക്ഷിച്ചു. ഇത് ബ്രിട്ടീഷ് രാജിനെതിരായ ശക്തമായ പ്രതിഷേധമായിരുന്നു. തുളുവ രാജവംശം സ്ഥാപിച്ചത്? വീര നരസിംഹൻ. വിജയനഗര സാമ്രാജ്യത്തിലെ മൂന്നാമത്തെ രാജവംശമായിരുന്നു തുളുവ രാജവംശം. വീര നരസിംഹ തുളുവയാണ് ഈ രാജവംശം സ്ഥാപിച്ചത്. കൃഷ്ണദേവരായർ ഈ വംശത്തിലെ പ്രമുഖ രാജാവായിരുന്നു. സെലനോഗ്രഫി എന്തുമായി ബന്ധപ്പെട്ട പഠനശാഖയാണ്? ചന്ദ്രൻ. ചന്ദ്രന്റെ ഉപരിതല സവിശേഷതകളെയും ഭൂപ്രകൃതിയെയും കുറിച്ചുള്ള പഠനമാണ് സെലനോഗ്രഫി. ഗ്രഹങ്ങളുടെയും മറ്റ് ആകാശഗോളങ്ങളുടെയും ഉപരിതല പഠനത്തിന് ഈ പദം ഉപയോഗിക്കുന്നു. ദക്ഷിണേന്ത്യയിലെ ആദ്യ മെട്രോ റെയിൽവേ സ്ഥാപിക്കപ്പെട്ട നഗരം? ബംഗളൂരു. 2011-ൽ ബംഗളൂരുവിൽ നമ്മ മെട്രോ ആരംഭിച്ചത് ദക്ഷിണേന്ത്യയിലെ ആദ്യ മെട്രോ റെയിൽവേ പദ്ധതിയായിരുന്നു. നഗരങ്ങളിലെ ഗതാഗതക്കുരുക്ക് ലഘൂകരിക്കുന്നതിൽ മെട്രോ റെയിൽവേകൾക്ക് വലിയ പങ്കുണ്ട്. ഹ്യുണ്ടായ് ഏത് രാജ്യത്തെ കാർ കമ്പനിയാണ്? ദക്ഷിണ കൊറിയ. ലോകത്തിലെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളിൽ ഒന്നായ ഹ്യുണ്ടായ് മോട്ടോർ കമ്പനി ദക്ഷിണ കൊറിയൻ ആസ്ഥാനമായുള്ള ഒരു മൾട്ടിനാഷണൽ ഓട്ടോമോട്ടീവ് കോർപ്പറേഷനാണ്. ഹജൂർ കച്ചേരി കൊല്ലത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ഏതു വർഷത്തിൽ? എ.ഡി. 1830. തിരുവിതാംകൂറിന്റെ തലസ്ഥാനം കൊല്ലത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയതിനു പിന്നാലെ ഭരണപരമായ സൗകര്യങ്ങൾക്കായി ഹജൂർ കച്ചേരിയും മാറ്റി സ്ഥാപിച്ചു. ഇത് ഭരണകേന്ദ്രീകരണത്തിലെ ഒരു പ്രധാന മാറ്റമായിരുന്നു. ഡോട്ട്സ് എന്നത് ഏത് രോഗത്തിനുള്ള ചികിത്സാരീതിയാണ്? ക്ഷയം, ട്യൂബർകുലോസിസ്. ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെന്റ് ഷോർട്ട് കോഴ്സ് ഡോട്ട്സ് എന്നത് ലോകാരോഗ്യ സംഘടന ശുപാർശ ചെയ്യുന്ന ക്ഷയരോഗ ചികിത്സാ രീതിയാണ്. ഇത് രോഗം പൂർണ്ണമായി ഭേദമാക്കാൻ സഹായിക്കുന്നു. തേനീച്ചകളില്ലാത്ത വൻകര? അന്റാർട്ടിക്ക. അന്റാർട്ടിക്ക ഭൂമിയിലെ ഏറ്റവും തണുപ്പുള്ളതും വരണ്ടതുമായ വൻകരയാണ്. കഠിനമായ കാലാവസ്ഥ കാരണം തേനീച്ചകൾ ഉൾപ്പെടെയുള്ള പല ഷഡ്പദങ്ങൾക്കും അവിടെ ജീവിക്കാൻ കഴിയില്ല.
ആറ്റോമിയം എന്ന സ്മാരകം ഏതു രാജ്യത്താണ്? ബെൽജിയം. ബെൽജിയത്തിലെ ബ്രസൽസിൽ സ്ഥിതി ചെയ്യുന്ന ആറ്റോമിയം ഒരു ഇരുമ്പ് ക്രിസ്റ്റലിന്റെ യൂണിറ്റ് സെല്ലിനെ 165 ബില്യൺ മടങ്ങ് വലുതാക്കി നിർമ്മിച്ചതാണ്. 1958 ബ്രസൽസ് ലോകമേളയ്ക്കായിട്ടാണ് ഇത് നിർമ്മിച്ചത്. തേയില ഉൽപ്പാദനത്തിലും ഉപഭോഗത്തിലും ഒന്നാം സ്ഥാനം ഏതു രാജ്യത്തിനാണ്? ഇന്ത്യ. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ തേയില ഉൽപ്പാദകരും ഉപഭോക്താക്കളിൽ ഒരാളുമാണ്. അസം, പശ്ചിമബംഗാൾ, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങൾ തേയില കൃഷിക്ക് പേരുകേട്ടതാണ്. ഫോണോഗ്രാഫ് കണ്ടുപിടിച്ചത് ആര്? എഡിസൺ. തോമസ് എഡിസൺ 1877 ഫോണോഗ്രാഫ് കണ്ടുപിടിച്ചു. ശബ്ദം റെക്കോർഡ് ചെയ്യാനും പ്ലേ ചെയ്യാനും കഴിയുന്ന ആദ്യത്തെ ഉപകരണമായിരുന്നു ഇത്. അമരസിംഹന്റെ പുരസ്കർത്താവ്? ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ. ഗുപ്ത സാമ്രാജ്യത്തിലെ പ്രശസ്തനായ ഭരണാധികാരിയായിരുന്നു ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ. അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലെ നവരത്നങ്ങളിൽ ഒരാളായിരുന്നു പ്രശസ്തനായ പണ്ഡിതൻ അമരസിംഹൻ. അമരകോശം എന്ന നിഘണ്ടു അദ്ദേഹത്തിന്റെ രചനയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? ശാസ്താംകോട്ട. കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ശാസ്താംകോട്ട തടാകം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്. കുടിവെള്ളത്തിനും ജലസേചനത്തിനും ഇത് ഒരു പ്രധാന സ്രോതസ്സാണ്. ദേവഗിരിയുടെ പുതിയ പേര്? ദൗലത്താബാദ്. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് തന്റെ തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്ക് മാറ്റുകയും അതിന് ദൗലത്താബാദ് എന്ന് പേര് നൽകുകയും ചെയ്തു. പിന്നീട് ഈ ശ്രമം പരാജയപ്പെട്ടു. ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് അന്തരിച്ചത് ഏതു വർഷത്തിൽ? AD 1893. മലയാള ഭാഷയുടെ വളർച്ചയ്ക്ക് വലിയ സംഭാവനകൾ നൽകിയ ജർമ്മൻ മിഷനറിയായിരുന്നു ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട്. ആദ്യ മലയാള നിഘണ്ടുവും വ്യാകരണ ഗ്രന്ഥവും അദ്ദേഹം രചിച്ചു. ആൽക്കഹോൾ നിർമ്മാണത്തിൽ ഉപോൽപ്പന്നം? കാർബൺ ഡയോക്സൈഡ്. ഫെർമെന്റേഷൻ പ്രക്രിയയിലൂടെ ആൽക്കഹോൾ നിർമ്മിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് ഒരു ഉപോൽപ്പന്നമായി പുറത്തുവരുന്നു. പഞ്ചസാര ഈസ്റ്റുമായി ചേർന്ന് എത്തനോളും കാർബൺ ഡയോക്സൈഡും ഉൽപ്പാദിപ്പിക്കുന്നു. ഫോക്ലാൻഡ് ദ്വീപുകളുടെ മേലുള്ള അവകാശവാദത്തെ തുടർന്നുണ്ടായ യുദ്ധത്തിൽ ബ്രിട്ടൻ 1982 തോൽപ്പിച്ചത് ഏത് രാജ്യത്തെയാണ്? അർജന്റീന. 1982 ഫോക്ലാൻഡ് ദ്വീപുകളുടെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലി ബ്രിട്ടനും അർജന്റീനയും തമ്മിൽ യുദ്ധമുണ്ടായി. ഈ യുദ്ധത്തിൽ ബ്രിട്ടൻ വിജയിക്കുകയും ദ്വീപുകളുടെ നിയന്ത്രണം നിലനിർത്തുകയും ചെയ്തു. അന്താരാഷ്ട്ര റെഡ് ക്രോസ് മ്യൂസിയം എവിടെയാണ്? ജനീവ. സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ സ്ഥിതി ചെയ്യുന്ന അന്താരാഷ്ട്ര റെഡ് ക്രോസ് ആൻഡ് റെഡ് ക്രസന്റ് മ്യൂസിയം മാനുഷിക പ്രവർത്തനങ്ങളുടെ ചരിത്രവും പ്രാധാന്യവും പ്രദർശിപ്പിക്കുന്നു. ഇന്ത്യയിൽ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആസ്ഥാനമായിരുന്നത്? അടയാർ. 1882 മദ്രാസിനടുത്തുള്ള അടയാറിലേക്ക് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആസ്ഥാനം മാറ്റി. ആനി ബസന്റ് ഈ പ്രസ്ഥാനത്തെ ഇന്ത്യയിൽ ശക്തിപ്പെടുത്തി. ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്നത്? പ്ലാറ്റിനം. വിലയേറിയതും തിളക്കമുള്ളതുമായ ഒരു ലോഹമാണ് പ്ലാറ്റിനം. ലിറ്റിൽ സിൽവർ എന്ന പേര് ഇതിന്റെ നിറത്തെയും മൂല്യത്തെയും സൂചിപ്പിക്കുന്നു. ആദ്യത്തെ ശീതകാല ഒളിമ്പിക്സിന് വേദിയായ ഫ്രഞ്ച് നഗരം? ഷാമോനിക്സ്. 1924. 1924 ഫ്രാൻസിലെ ഷാമോനിക്സിലാണ് ആദ്യത്തെ ശീതകാല ഒളിമ്പിക്സ് നടന്നത്. ശീതകാല കായിക വിനോദങ്ങളെ ലോകശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിൽ ഈ ഇവന്റ് ഒരു പ്രധാന പങ്ക് വഹിച്ചു. ലൂത്നിസം പിറവിയെടുത്ത വൻകര? യൂറോപ്പ്. 16-ാം നൂറ്റാണ്ടിൽ മാർട്ടിൻ ലൂതറിന്റെ നേതൃത്വത്തിൽ ജർമ്മനിയിൽ ആരംഭിച്ച മതപരമായ നവീകരണ പ്രസ്ഥാനമാണ് ലൂത്നിസം. ഇത് പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തിന്റെ തുടക്കമായിരുന്നു. ആദ്യത്തെ കൃത്രിമ നാര്? റയോൺ. റയോണാണ് ആദ്യത്തെ കൃത്രിമമായി നിർമ്മിച്ച നാര്. ഇത് സെല്ലുലോസ് അടിസ്ഥാനമാക്കിയുള്ള ഒരു സിന്തറ്റിക് ഫൈബറാണ്, പലപ്പോഴും സിൽക്കിന് പകരമായി ഉപയോഗിക്കുന്നു. ഇന്ത്യ ആദ്യമായി അണുവിസ്ഫോടനം നടത്തിയ സ്ഥലം? പൊക്രാൻ.
1974-ൽ രാജസ്ഥാനിലെ പൊക്രാനിൽ വെച്ചാണ് ഇന്ത്യ ആദ്യമായി ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേരിൽ ആണവ പരീക്ഷണം നടത്തിയത്. ഇത് ഇന്ത്യയെ ആണവശക്തികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി. റൂസോ, വോൾട്ടെയർ, മൊണ്ടസ്ക്യൂ എന്നിവർ ഏതു വിപ്ലവത്തെയാണ് സ്വാധീനിച്ചത്? ഫ്രഞ്ച് വിപ്ലവം. 18ാം നൂറ്റാണ്ടിലെ പ്രമുഖ ചിന്തകരായിരുന്ന ഇവർ അവരുടെ ആശയങ്ങളിലൂടെ ഫ്രഞ്ച് വിപ്ലവത്തിന് വലിയ പ്രചോദനം നൽകി. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയായിരുന്നു അവരുടെ പ്രധാന ആശയങ്ങൾ. ഇന്ത്യയിൽ കടൽമാർഗം വന്ന ആദ്യത്തെ വിദേശികൾ? അറബികൾ. വാസ്കോഡ്ഗാമ പോർച്ചുഗീസുകാരനായിരുന്നെങ്കിലും അറബികൾ നൂറ്റാണ്ടുകളായി ഇന്ത്യയുടെ തീരങ്ങളുമായി വ്യാപാര ബന്ധം പുലർത്തിയിരുന്നു. ഇസ്ലാമിന്റെ ആഗമനത്തിനും ഇത് വഴിയൊരുക്കി. ലക്ഷ്മിബായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഗ്വാളിയോർ. മധ്യപ്രദേശിലെ ഗ്വാളിയോറിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥാപനം ഇന്ത്യയിലെ കായിക വിദ്യാഭ്യാസത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നാണ്. റാണി ലക്ഷ്മിബായിയുടെ സ്മരണാർത്ഥമാണ് ഇത് സ്ഥാപിച്ചത്. ഇന്ത്യയിൽ തീരപ്രദേശത്തുള്ള ഏറ്റവും വലിയ തടാകം? ചിൽക്ക. ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന ചിൽക്ക തടാകം ഇന്ത്യയിലെ ഏറ്റവും വലിയ ലഗൂൺ തടാകമാണ്. ഇത് ഓഐ ആവാസ് പക്ഷികളുടെ ഒരു പ്രധാന ആവാസ കേന്ദ്രം കൂടിയാണ്. ആരുടെ തൂലികാനാമമായിരുന്നു ബോസ്? ചാൾസ് ഡിക്കൻസ്. പ്രശസ്ത ഇംഗ്ലീഷ് നോവലിസ്റ്റായിരുന്ന ചാൾസ് ഡിക്കൻസ് ബോസ് എന്ന തൂലികാനാമത്തിൽ ചില കൃതികൾ എഴുതിയിട്ടുണ്ട്. ലോകസാഹിത്യത്തിലെ പ്രമുഖ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് അദ്ദേഹം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വിദേശ ഭാഷ? ഇംഗ്ലീഷ്. ബ്രിട്ടീഷ് ഭരണത്തിന്റെ സ്വാധീനത്തിൽ ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് വലിയ പ്രാധാന്യം ലഭിച്ചു. ഭരണനിർവഹണം, വിദ്യാഭ്യാസം, വ്യവസായം എന്നിവയിൽ ഇംഗ്ലീഷ് ഒരു പ്രധാന ഭാഷയായി തുടരുന്നു. ഏത് ശതകത്തിലാണ് ക്രിസ്ത്യൻ മിഷണറിമാർ ഇന്ത്യയിലെത്തിയത്? AD 1-ാം ശതകം. സെന്റ് തോമസ് AD 52-ൽ കേരളത്തിലെ കൊടുങ്ങല്ലൂരിലെത്തിയതായാണ് വിശ്വാസം. ഇത് ഇന്ത്യയിലെ ക്രിസ്ത്യാനികളുടെ ചരിത്രത്തിലെ ഒരു പ്രധാന സംഭവമാണ്. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള പത്രം? ദീപിക. 1887-ൽ ആരംഭിച്ച ദീപികയാണ് കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള പത്രം. മലയാള പത്രപ്രവർത്തന ചരിത്രത്തിൽ ദീപികയ്ക്ക് വലിയ സ്ഥാനമുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഫീച്ചർ ഫിലിം? രാജാ ഹരിശ്ചന്ദ്ര. ദാദാസാഹേബ് ഫാൽക്കെ സംവിധാനം ചെയ്ത രാജാ ഹരിശ്ചന്ദ്ര 1913-ൽ പുറത്തിറങ്ങിയ ഇന്ത്യയിലെ ആദ്യത്തെ നിശബ്ദ ഫീച്ചർ സിനിമയാണ്. ഇത് ഇന്ത്യൻ സിനിമാ വ്യവസായത്തിന്റെ തുടക്കമായി കണക്കാക്കപ്പെടുന്നു. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളിൽ മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സങ്കേതം? ചെന്തുരുണി. കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ചെന്തുരുണി വന്യജീവി സങ്കേതം ചെന്തുരുണി എന്ന മരത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഈ മരം പശ്ചിമഘട്ടത്തിലെ തനതായ ഒരു സസ്യവർഗമാണ്. 1790-ൽ ആദ്യമായി സെൻസസ് നടപ്പിലാക്കിയ രാജ്യം? USA. അമേരിക്കൻ ഐക്യനാടുകളിലാണ് ലോകത്തിൽ ആദ്യമായി ഔദ്യോഗികമായി സെൻസസ് നടത്തിയത്. ഭരണഘടനാപരമായ ആവശ്യങ്ങൾക്കായി ജനസംഖ്യ കണക്കാക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഏതു വംശത്തിലെ രാജാവായിരുന്നു അജാതശത്രു? ഹര്യങ്ക. മഗധയിലെ ഹര്യങ്ക രാജവംശത്തിലെ പ്രധാന രാജാവായിരുന്നു അജാതശത്രു. ബുദ്ധന്റെയും മഹാവീരന്റെയും സമകാലികനായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെ ആദ്യത്തെ എണ്ണക്കിണർ? അസമിലെ ദിഗ്ബോയ്. അസമിലെ ദിഗ്ബോയ് എന്ന സ്ഥലത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ എണ്ണക്കിണർ കണ്ടെത്തിയത്. ഇത് ഇന്ത്യയിലെ എണ്ണ വ്യവസായത്തിന്റെ തുടക്കമായി കണക്കാക്കപ്പെടുന്നു. ഏതു വിറ്റാമിന്റെ അഭാവത്തിലാണ് നിശാന്ത ഉണ്ടാകുന്നത്? വിറ്റാമിൻ എ. വിറ്റാമിൻ എയുടെ കുറവ് നിശാന്തയ്ക്ക് രാത്രി കാഴ്ചക്കുറവ് കാരണമാകുന്നു. കണ്ണുകളുടെ ആരോഗ്യത്തിനും കാഴ്ചശക്തിക്കും വിറ്റാമിൻ എ അത്യന്താപേക്ഷിതമാണ്. ഇന്ത്യയിൽ ബജറ്റ് സമ്പ്രദായം നടപ്പിലാക്കിയത് ഏതു വൈസ്രോയിയുടെ കാലത്ത്? കാനിംഗ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ കാനിംഗ് പ്രഭുവിന്റെ കാലത്താണ് ബജറ്റ് സമ്പ്രദായം ആദ്യമായി അവതരിപ്പിച്ചത്. 1860-ൽ ജെയിംസ് വിൽസണാണ് ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത്. ഏത് മുഗൾ ചക്രവർത്തിയുടെ കാലത്താണ് മുഗൾ ചിത്രകല പരമോന്നതി പ്രാപിച്ചത്?
ജഹാംഗീർ ജഹാംഗീർ ചക്രവർത്തി ഒരു വലിയ കലാപ്രേമിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് മുഗൾ ചിത്രകല അതിന്റെ ഉന്നതിയിലെത്തി. അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ നിരവധി പ്രമുഖ ചിത്രകാരന്മാർ ഉണ്ടായിരുന്നു. ജ്യോതിറാവു ഫുലെയുടെ രാഷ്ട്രീയ ശിഷ്യൻ ബി.ആർ. അംബേദ്കർ. ജ്യോതിറാവു ഫുലെ മഹാരാഷ്ട്രയിലെ ഒരു പ്രധാന സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു. പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി അദ്ദേഹം പ്രവർത്തിച്ചു. ബി.ആർ. അംബേദ്കർക്ക് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പ്രചോദനമായി. ഏത് രാജ്യത്താണ് അലക്സാണ്ടർ സ്ഥാപിച്ച അലക്സാണ്ട്രിയ തുറമുഖം? ഈജിപ്ത്. ബി.സി. 331 മഹാനായ അലക്സാണ്ടർ ഈജിപ്തിൽ സ്ഥാപിച്ച തുറമുഖ നഗരമാണ് അലക്സാണ്ട്രിയ. പുരാതന ലോകത്തിലെ ഒരു പ്രധാന സാംസ്കാരിക, വ്യാപാര കേന്ദ്രമായിരുന്നു ഇത്. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്ന് പറഞ്ഞത് മാക്കിയവെല്ലി. നിക്കോളോ മാക്കിയവെല്ലി എന്ന ഇറ്റാലിയൻ നയതന്ത്രജ്ഞന്റെ ഈ പ്രസ്താവന അദ്ദേഹത്തിന്റെ ദി പ്രിൻസ് എന്ന കൃതിയുമായി ബന്ധപ്പെട്ടതാണ്. രാഷ്ട്രീയ തത്വചിന്തയിലെ യാഥാർത്ഥ്യവാദ സമീപനത്തെ ഇത് പ്രതിനിധീകരിക്കുന്നു. ഋഗ്വേദത്തിലെ ശ്ലോകങ്ങളുടെ എണ്ണം 1028. ഹിന്ദുമതത്തിലെ ഏറ്റവും പഴക്കമേറിയതും പ്രധാനപ്പെട്ടതുമായ വേദമാണ് ഋഗ്വേദം. ഇതിൽ 10 മണ്ഡലങ്ങളും 1028 സൂക്തങ്ങളും ശ്ലോകങ്ങളും അടങ്ങിയിരിക്കുന്നു. ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് മിസ് യൂണിവേഴ്സ്, മിസ് വേൾഡ് പട്ടങ്ങൾ ഒരുമിച്ച് ലഭിച്ച വർഷം ഏതാണ്? 1994. 1994 സുസ്മിത സെൻ മിസ് യൂണിവേഴ്സ് പട്ടവും ഐശ്വര്യ റായ് മിസ് വേൾഡ് പട്ടവും നേടി. ഒരേ വർഷം ഈ രണ്ട് പ്രധാന അന്താരാഷ്ട്ര സൗന്ദര്യ കിരീടങ്ങളും ഇന്ത്യക്ക് ലഭിച്ചത് ഒരു ചരിത്രപരമായ നേട്ടമായിരുന്നു. തിരുക്കൊച്ചിയിൽ രാജപ്രമുഖ സ്ഥാനം വഹിച്ചിരുന്ന രാജാവ്? ചിത്തിര തിരുനാൾ. 1949 തിരുവിതാംകൂർ കൊച്ചി സംയോജിപ്പിച്ച് തിരു-കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയെ രാജപ്രമുഖ ആയി നിയമിച്ചു.